ലഹരിയുടെ കാര്യത്തിൽ വേടനോ അതല്ല മാഫിയയുടെ വേട്ടക്കാരോ ആരാവണം പുതുതലമുറയുടെ റോൾ മോഡൽ എന്നതിന് വ്യക്തമായ ഉത്തരം നൽകുകയാണ് പോലീസിന്റെ ലഹരിക്കെതിരായ ഓപ്പൺ ഫോറം. ലഹരി മാഫിയയുടെ വേരുറക്കുന്ന നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ ഓപ്പൺ ഫോറത്തിൽ പ്രഖ്യാപിച്ചു. മെഡിക്കൽ കോളേജിലടക്കം ലഹരി ഭീഷണി ഉണ്ടെന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ MLA പറഞ്ഞു. ലഹരിയുടെ പേരിൽ പിടിയിലായ വേടനയല്ല, മറിച്ച് ലഹരിക്കെതിരെ വേട്ട നടത്തുന്നവരെയാണ് സമൂഹം റോൾ മോഡലായി കാണേണ്ടതെന്ന് വ്യക്തമാക്കുകയാണ് കോഴിക്കോട് സിറ്റി പോലീസ് സംഘടിപ്പിച്ച ഓപ്പൺ ഫോറം. സ്നേഹവും കായിക പരിശീലനവും കൂട്ടായ്മകളും സമന്വയിക്കുന്ന കോഴിക്കോട് മാനാഞ്ചിറയെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ലഹരിക്കെതിരെയുള്ള DIG ടി നാരായണന്റെ വാക്കുകൾ. ലഹരി മാഫിയയുടെ വേരറുക്കാൻ കോഴിക്കോട് സിറ്റി പോലീസ് നടത്തുന്ന ശക്തമായ നടപടികളും കമ്മീഷണറായ അദ്ദേഹം വിശദീകരിച്ചു. കോഴിക്കോട് സിറ്റി പോലീസിനെ സംബന്ധിച്ച് ലഹരി വിൽപ്പനയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കെതിരെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ, കേസെടുത്ത് അവരെ വെറുതെ റിമാൻഡ് ചെയ്യുന്നത് മാത്രമല്ല, ഇതിൻ്റെ ശൃംഖലയിലേക്ക് പോയി വേറെ കണ്ടെത്തി അത് മുറിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഇന്ന് ഈ ലഹരി ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന അന്യരാജ്യത്തു നിന്ന് വരുന്നവരുൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയും ചെയ്യും. തന്റെ മണ്ഡലത്തിലെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള കലാലയങ്ങളിൽ ലഹരി മാഫിയെ പിടിമുറുക്കുന്ന ആശങ്കയാണ് ഉദ്ഘാടകനായ തോട്ടത്തിൽ രവീന്ദ്രൻ MLA പങ്കുവച്ചത്. ഈ അവസ്ഥയെ ഗൗരവത്തോടുകൂടി കാണണം. നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ എന്ത് വില കൊടുത്തും തകർക്കണമെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ MLA പറഞ്ഞു. നമുക്ക് ഏറ്റവും വർത്തമാനകാലത്തെ ഏറ്റവും വിഷമം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യപ്പെടേണ്ടത്. എല്ലാവരും സമാധാന ജീവിതം ആഗ്രഹിക്കുന്നു. പുറത്തൊക്കെ എന്തൊക്കെ ഗുണ്ടായിസം കളിച്ചാലും വീട്ടിലെത്തിയാൽ നമ്മൾ ആളുകളുടെ സ്വഭാവം എന്താണെന്ന് അറിയാലോ. അത് തകർക്കാൻ ഒരു കാരണവശാലും നമുക്ക് അനുവദിച്ചുകൂടാ. കൈകോർക്കാം യുവതിക്കായി എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഓപ്പൺ ഫോറം ഒരുക്കിയത്. സാംസ്കാരിക, ആരോഗ്യ, മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിച്ചു. കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കുമൊപ്പം മാനാഞ്ചിറയിലെത്തിയ ആളുകൾ ഓപ്പൺ ഫോറത്തിൽ പങ്കാളികളായി. ലഹരിക്കെതിരെ മനസ്സുകൊണ്ട് അവരും കൈകോർത്തു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.